പുകഴ്ചയുണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനാപൂർവം ഭക്തിപൂർവം പ്രവേശിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നത്, ഉടമ്പടി ധ്യാനം ഓൺലൈനായിട്ട് മൊബൈലിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മൊബൈലിൻ്റെ ഉള്ളിൽ നിന്ന് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമുണ്ടായി, സ്വർഗീയ സുഗന്ധമുണ്ടായി. അതൊരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ സുഗന്ധം ഇല്ലായിരുന്നത്. പക്ഷേ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് സ്മെല്ല് വരാൻ തുടങ്ങി, മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകാൻ തുടങ്ങി. നമ്മളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും വളരെ ഗൗരവമായിട്ടാണ് ദൈവം ഉടമ്പടി എടുത്തിരിക്കുന്നത്. ആൾക്കാരുടെ സാക്ഷി കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം അതുവരെ ഇങ്ങനെ സ്മെല്ലില്ലേ. ഇപ്പം സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുല്ലപ്പൂവിൻ്റെ പോലത്തെ സ്മെല്ലാണ്. അത് ഇപ്പോൾ ഒത്തിരി ആയിരക്കണക്കിന് മനുഷ്യരുടെ സാക്ഷ്യമായി. അപ്പോൾ മാതാവിൻ്റെ ഒരു പ്രസൻസിൻ്റെ അടയാളമാണ് അത്. ഇവിടെ മാത്രമല്ല, എവിടെ വേണമെങ്കിലും നീ ഒരു വിഷമിച്ച് നിൻ്റെ മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീ അമ്മമാതാവിൻ്റെ ഭക്തനാണെന്നുണ്ടെങ്കിൽ, നീ പെട്ടുപോയൊരവസ്ഥയാണെങ്കിൽ അമ്മയിൽ ആശ്രയം വെച്ചാൽ അപ്പം തന്നെ ഈ സാന്നിധ്യം ഇങ്ങനെ വെളിപ്പെടുത്തും. നീ ഒറ്റക്കല്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് വ്യക്തതയോടുകൂടി നമുക്കത് മനസ്സിലാകുകയും ആത്മശക്തി കൊണ്ട് നമ്മൾ നിറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കുമ്പോഴേ, ചിലപ്പോഴും നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അച്ഛൻ പറയണത്. സാധാരണഗതിയിൽ ഞാൻ ഒരു ധ്യാനവും ആരുടെയും കേട്ട് പറയത്തില്ല, പഠിച്ചും പറയത്തില്ല. വചനം ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ട്, രൂക്ഷമായിട്ടൊക്കെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചും കർത്താവിനോട് ചോദിച്ചൊക്കെ ഇരിക്കും. എന്നിട്ടും എനിക്ക് ഇവിടെ വരണത് വരെ ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. ഞാൻ താമസിക്കണത് അതാണ്. ഞാൻ ഈശോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കൊരു ക്ലൂ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കയറും. അതാണ് 1 മണിക്കൂർ ഇന്ന് താമസിച്ചത്. അവിടെ ഇരുന്ന് ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാക്ഷ്യം ഏതാണ്? നമുക്ക് വേണമെങ്കിൽ എന്തും പറയാം. ഈശോ ഉദ്ദേശിക്കുന്ന സാക്ഷ്യം ഏതാണ്? ഇപ്പം മാറിയില്ലേ? ഞാൻ പറയാൻ ഉദ്ദേശിക്കാത്ത സാക്ഷ്യമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണത്? ഉടമ്പടി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഉടമ്പടി വചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഇപ്പോൾ ഉടമ്പടിയുടെ എല്ലാ ഭാഗങ്ങളും അങ്ങനെയാണ്. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന ഉടമ്പടി തൈലമായാലും, അതുപോലെ തന്നെ ഉടമ്പടി വചനമായാലും, പിന്നെ നമ്മൾ ഉടമ്പടിയോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനമായാലും എല്ലാത്തിലും ടച്ച് ഓഫ് ഗോഡ് ഉണ്ട്, ദൈവത്തിൻ്റെ. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ആക്ടിവേഷൻ പ്രിൻസിപ്പിളാണ്. അതായത് നമ്മളതിൻ്റെ അകത്ത് സന്നിഹിതരാണ്. ഇപ്പോൾ പരിശുദ്ധ കുർബാനയിൽ ഈശോ സാന്നിധ്യം നൽകുന്നതാണ്. പക്ഷെ അത് അനുഭവിക്കണ ആർക്കാണ്? നിങ്ങൾ തന്നെ അവിടെ സന്നിഹിതമാണെങ്കിൽ മാത്രമേ ആ സാന്നിധ്യം നമുക്ക് പേഴ്സണലായിട്ട് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ തന്നെ അതിന് സന്നിഹിതനാകണമെന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ചിലരൊക്കെ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ വിരലൊക്കെ നക്കണത് കാണാം. എന്താ കാര്യം? അത് ഈശോയുടെ ഒരു തരി അതിൽ വിരലിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വേസ്റ്റായി താഴെ വീണ്ടും പോകരുതെന്നുള്ള. അപ്പോൾ ആ വ്യക്തി അതിൽ പ്രസൻസാണ്, ഈശോയുടെ പ്രസൻസാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ ഒരു പ്രസൻസ് അവിടെ വേണം. പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് ഈ ആത്മീയതയുടെ എല്ലാം അങ്ങനെയാണ്. നമ്മൾ പ്രസൻ്റ് അല്ലെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവം അതിൽ പ്രസൻ്റാണ്. പക്ഷേ ഇഫ് യു വോണ്ട് ടു ഫീൽ ഇറ്റ് വി മസ്റ്റ് പ്രസൻറ്റ് ദെയർ. ദൈവം അവിടെ പ്രസൻ്റാണ്. ഉടമ്പടിയിലായാലും പരിശുദ്ധ കുർബാനയിലായാലും നിങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന സമയങ്ങളിലായാലും വചനം കേൾക്കുന്ന സമയമായാലും ഗോഡ് ഈസ് പ്രസൻറ്റ് ദെയർ. കാര്യം എന്താണ്? ദൈവം അതിലൊരു കക്ഷിയാണല്ലോ. വേറെ ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവം കക്ഷിയല്ല. ഉടമ്പടിക്ക് ദൈവം ഒരു കക്ഷിയാണ്.
അതുകൊണ്ട് ഇറ്റ്സ് എ ഫാക്ട് ബൈ നോ മീൻസ് ഗോഡ് ഈസ് പ്രസൻറ്റ് ദർ. ദൈവം അവിടെ പ്രസൻ്റാണ്. ദ പ്രോബ്ലം ഈസ് ദാറ്റ് വി ആർ നോട്ട് പ്രസൻറ്റ് ദർ സംടൈംസ്. നമ്മളവിടെ പ്രസൻ്റ് അല്ല. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പലയിടത്തായിരിക്കും അല്ലേ? പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നീറ്റിൻ്റെ പരീക്ഷയാണ്, എൻ്റെ മകൾ എന്ത് വരുമായിരിക്കും ആവും ഒക്കെ എല്ലാം മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അടുത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. യു ആർ നോട്ട് പ്രസൻറ്റ് ദർ. അതല്ലേ പ്രശ്നം. നിങ്ങളെവിടെയാണ് പ്രസൻറ്റ്? മകളുടെ എക്സാം ഹോളിലാണ് നിങ്ങൾ പ്രസൻ്റ് ആയിരിക്കുന്നത്. മകൾ നീറ്റ് പരീക്ഷ എഴുതിയിരിക്കുന്ന എക്സാം ഹോളിലാണ് നിങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ തന്നെ. സോ യു ആർ നോട്ട് പ്രസൻറ്റ് ദർ. ഇത് പ്രസൻസ് ഒരു പ്രോബ്ലമാണ്. നമ്മളവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ഉണ്ടായിരിക്കുക. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവായ ദൈവമേ, അങ്ങുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഉടമ്പടിയുടെ പ്രഖ്യാപിത സ്വഭാവം പോലെ ദൈവ സാന്നിധ്യം പോലെ ഞാനും അതിലെ മനസ്സുകൊണ്ട് സാന്നിധ്യം വഹിക്കാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണം. പിന്നെ ഈ ഉടമ്പടിയുടെ എക്സിക്യൂഷൻ ഇല്ലേ, അതിൻ്റെ പ്രയോഗവിധികളിലല്ലേ, പ്രയോഗവിധികളിൽ നല്ല ശരിക്ക് ഭക്തി ഉണ്ടാകണം. മനസ്സിലായില്ലേ? നമ്മളൊരു ടെക്നിക്കലായിട്ട് ഒരു എന്താണ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയല്ലേ, അങ്ങനെ ചെയ്യരുത്. ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടല്ലോ. അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തോടല്ലേ നമ്മൾ, ഈശോനോടല്ലേ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഈശോയുടെ സാന്നിധ്യം ഉണ്ട്. നമ്മൾ ഉടമ്പടി തൈലം തേക്കുമ്പോഴും അതുപോലെ തന്നെ പത്രം കൊടുക്കുമ്പോഴും കർത്താവിനെ അറിയാത്തത് അറിയിക്കുമ്പോഴും അറിഞ്ഞവരെ ആഴപ്പെടുത്തുമ്പോഴും രോഗികളെ കാണുമ്പോഴും ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകുമ്പോഴും ഒക്കെ പ്രെയർ ചെയ്തുകൊണ്ട് പോകണം. അല്ലാതെ വേറെ നിങ്ങൾ സിനിമ കഥയും പറഞ്ഞു പോകരുത്. ഇതൊരു പ്രേക്ഷിത പ്രവർത്തനമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ ആ സമയത്ത് ശരിക്കും ഫീൽ ചെയ്യണം. നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ, അവർക്ക് എന്തുകൊണ്ടാണ് ഈശോനെ ഫീൽ ചെയ്തത്? ഈശോയുടെ കൂടെ നടന്നത് എന്താണ്? അവർ ഈശോനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പോയത് കൊണ്ടാണ്. Take the word of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 24 അധ്യായം 13 14 തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്കാസ് വിശേഷം 24 13 14. ആ ദിവസം തന്നെ എന്ന് പറഞ്ഞ് ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ഈശോനെ കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. നിങ്ങളുടെ വഴിയാത്രയിൽ, അതായത് ഈ വചനം വായിക്കുക. ഇപ്പോൾ വചനം വായിക്കുമ്പോഴാണെങ്കിൽ പോലും ഇപ്പോൾ ഫിലിപ്പോസ് അപ്പോസ്തലൻ ആ എത്യോപ്യക്കാരൻ ഷണ്ടൻ്റെ രഥത്തിനരികിലൂടെ നടക്കുക അല്ലേ? എത്യോപ്യക്കാരൻ ആരാണ്? ഫൈനാൻസ് മിനിസ്റ്ററാണ്. എത്യോപ്യയിലെ ധനകാര്യമന്ത്രിയാണ്. അയാളകത്തിരുന്ന് വചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിലിപ്പോസ് അത് കണ്ടു. ഉടനെ ഫിലിപ്പോസ് ക്രൈസുള്ള ആളാണ് ക്രിസ്തുവിനെക്കുറിച്ച്. അതുകൊണ്ട് അടുത്ത് പോയിരുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് എപ്പോഴെങ്കിലും പറയാനൊരു ചാൻസ് കിട്ടിയാൽ ആ ചാൻസ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഫിലിപ്പോസ് ആ രഥത്തിൻ്റെ ഒപ്പം നടന്നത്. രഥം കുതിര വണ്ടിയാണ്, പക്ഷെ അത് സ്പീഡിലാണ് പോകണമെങ്കിലും ഇതിനെ അണച്ചണച്ച് ഈ ഫിലിപ്പോസിൻ്റെ ഒപ്പം ഓടുകയാണ്. എന്താണ്? കർത്താവിന് വേണ്ടി വചനം എത്യോപ്യക്കാരന് പറഞ്ഞു കൊടുക്കാൻ. ഇതാണ് ഫെർവർ, ഇതാണ് മിഷൻ ഫെർവർ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എത്യോപ്യക്കാരന് കർത്താവിന്റെ വചനം പങ്കുവെച്ചു കൊടുക്കാൻ കുതിര പൂട്ടിയ രഥത്തിലൂടെ അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ സഞ്ചാരത്തിന് ഒപ്പം നിന്നുകൊണ്ട് ഓടി കർത്താവിന്റെ വചനം
കൈമാറാൻ കാണിച്ച അപ്പോസ്തല ശക്തിയാൽ ഞങ്ങളെ അഭിഷേകം. പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 8:26 മുതൽ വായിച്ചോളൂ. കർത്താവിന്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിൽ എത്തുക. അത് ഒരു വിജനമായ പാതയായിരുന്നു. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ എത്യോപ്യ രാജ്ഞിയായ കന്ദാക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ യേശയ്യായുടെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. അതായത് രഥത്തോട് ചേർന്ന് നടക്കാൻ വേണ്ടി ഫിലിപ്പോസിനെ ആത്മാവ് പ്രേരിപ്പിക്കാം. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അവകാശവും അതേസമയം തന്നെ അടയാളവും ഈ ആത്മാവിൻ്റെ വെളിപ്പെടുത്തലാണ്. ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ. ഇപ്പം നിങ്ങൾക്ക് ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഇപ്പം ഞാൻ ഇന്നലെ നീറ്റ് പരീക്ഷയ്ക്കുള്ള 200 കുട്ടികളെയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും നെറ്റിയിൽ സൈത്ത് പൂശി കൊടുത്തു, എല്ലാവരുടെയും. അല്ലാതെ കോമണായിട്ടല്ല, ഈച്ച് ആൻഡ് എവരി പേഴ്സൻ്റെ നെറ്റിയിൽ സൈത്ത് പൂശി, ബുദ്ധിയിലും പൂശി, ഓർമ്മശക്തിയിലും പൂശി. എന്നിട്ട് ഞാൻ അവരോട് കാര്യം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് അവരോട് പറഞ്ഞു. എന്താ കാര്യം? ഇമ്മീഡിയറ്റ് മെമ്മറി എന്നൊരു സംഭവമുണ്ട്. നമുക്ക് ലോക്കൽ മെമ്മറി ഉണ്ട് പഠിക്കുന്നവർക്ക്, അല്ലേ? നമുക്ക് പാഠപുസ്തകത്തെ കാണുന്ന അടയാളങ്ങൾ ലോക്കൽ മെമ്മറിയാണ്. പക്ഷേ ഇമ്മീഡിയറ്റ് മെമ്മറിയെ അഡ്രസ്സ് ചെയ്യാൻ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത, ഇമ്മീഡിയറ്റ് തൽക്ഷണ ഓർമ്മ ആരും അഡ്രസ്സ് ചെയ്യാത്തൊരു സബ്ജക്റ്റാണ്. കാര്യം എൻ്റെ സഹപ്രവർത്തകൻ വിജയകുമാർ സി ബി ഐയുടെ ഒരു കേസിൽ പെട്ടിട്ട് അദ്ദേഹത്തെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തൽക്ഷണ മെമ്മറി കൊടുത്തു. എന്താണ്? ഒരു കെട്ടുപയൻ്റെ ഉള്ളിൽ നിന്ന് ആ പണ്ട് ഇദ്ദേഹത്തിൻ്റെ എതിർ കക്ഷി കൊടുത്തിരുന്ന അന്യായത്തിനെതിരെയുള്ള ഒരു ഡേറ്റിൻ്റെ പേപ്പർ ഈ ഫയലിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ CBI ഉദ്യോഗസ്ഥൻ ബാത്റൂമിൽ പോയ സമയത്ത് പെട്ടെന്ന് തൽക്ഷണ മെമ്മറി കൊടുത്തിട്ട് ഈ ആയിരക്കണക്കിന് പേപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഡേറ്റ് പേപ്പർ ഇട്ട് കാണിച്ചു എഗ്രിമെൻറ്റിൻ്റെ. ദാറ്റ് ഈസ് ഇയാളുടെ ഒപ്പോണൻ്റായിട്ടുള്ള എതിരാളിയായിട്ടുള്ള വ്യക്തി ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഡേറ്റിനെ വ്യത്യസ്തമായ ഡേറ്റ് ഉള്ളത് രേഖ വിജയകുമാരൻ്റെ ഉണ്ടെന്ന് വിജയകുമാരൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ CBI ഓഫീസർ ബാത്റൂമിൽ പോയ സമയത്ത് തൽക്ഷണ മെമ്മറി കൊടുത്തു പരിശുദ്ധാത്മാവ്. എന്നിട്ട് ഓപ്പൺ ദ ഫയൽ, ടേക്ക് ദ പേപ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കറക്റ്റ് പേപ്പർ ഡേറ്റ് എഴുതി കറക്റ്റ് എഗ്രിമെൻ്റ് പേപ്പർ കൊടുത്ത്. അത് ഇയാളുടെ ഒപ്പോണൻ്റ് പറഞ്ഞ ഡേറ്റുമായിട്ട് വ്യത്യസ്തമായിരുന്നു. ഇത് ഇങ്ങനെ ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോൾ വിജയകുമാർ പേപ്പർ പ്രസൻറ്റ് ചെയ്ത് കേസ് തള്ളിപ്പോയി. സെക്കൻഡുകളാണ്. തൽക്ഷണം ഇതിന് ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറയും. ഇത് ഈശോയാണിത് നമ്മളെ ട്രേസ് ഔട്ട് ചെയ്ത് കാണിച്ചു തന്നത്. ഇങ്ങനെ ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന സംഭവം ഉണ്ടെന്ന് ഈശോ എന്ന് പറഞ്ഞത് നമുക്ക് ആവശ്യമാണ്. വിദ്യാർത്ഥികളായാലും ബിസിനസ്സുകാർക്കായാലും ആർക്കായാലും ആവശ്യമുള്ളതാണ് ഇമ്മീഡിയറ്റ് തൽക്ഷണ ഓർമ്മ. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ ന്യായാധിപന്മാരുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ എന്ത് പറയണമെന്നോർത്ത് മുൻകൂട്ടി ആലോചിച്ചുറക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ആ സമയത്ത് നിങ്ങൾക്ക് അറിവ് നൽകാൻ കൈയിട്ടിച്ച് കർത്താവിനെ